Hi dears, welcome back to my channel. ഇന്നും ഇവിടെ ദോശ തന്നെയാണ് കേട്ടോ. ദോശ മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കാറ്. പിന്നെ അങ്ങനെ ഞാൻ ദോശ ചുടുമ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത് ഉമ്മ എന്നുള്ള. പിന്നെ മോള് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ കുഞ്ഞു ബ്രഷ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പം അങ്ങനെ അവൾക്ക് തന്നെ അത് അടുക്കണം ബ്രഷൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ അവൾ തന്നെ അടിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം മക്കളൊക്കെ സ്കൂൾക്ക് പോയി. അങ്ങനെ ഞാൻ വേഗം അടിച്ചോടിട്ടോ. അകൊക്കെ അടിച്ചോടി കഴിഞ്ഞപ്പോൾ ഞാനിന്ന് 2 പുതപ്പാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. രാവിലെ നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം പുതപ്പൊക്കെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇട്ടതേനു കേട്ടോ. പക്ഷേ എനിക്കൊരു പേടി, ഇനി മഴ എങ്ങാനും പെയ്യോ, മഴ പെയ്താൽ പിന്നെ ഇത് ശരിക്ക് ആ ഒരു വെയിലിൻ്റെ ഒരു ഉണക്കം കിട്ടിയില്ലെങ്കിൽ അതിനൊരു ബാഡ് സ്മെല്ല് എടുക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും വെയിൽ ഇങ്ങനെ ഇടയ്ക്ക് ആകാശത്തൊക്കെ നോക്കും. അങ്ങനെ എന്തായാലും വെയിൽ പോകുമ്പോഴത്തേനും ഒന്ന് ഉലർന്ന് കിട്ടിയെങ്കിൽ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ അത് പെട്ടെന്ന് വാഷ് ചെയ്തു കേട്ടോ. പിന്നെയും ഒന്നിങ്ങനെ നോക്കും ആകാശത്തൊക്കെ എന്താ പാടെന്ന് വെച്ചിട്ട് പിന്നെയും അങ്ങനെ വാഷ് ചെയ്യും. അങ്ങനെയൊക്കെ കൂടിയിട്ട് 2 പുതപ്പ് ഞാനങ്ങ് വാഷ് ചെയ്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ഉലർന്നിട്ടുണ്ടായി, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഡ്രസ്സും കൂടെ ഞാൻ വാഷ് ചെയ്തു കേട്ടോ. അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനങ്ങനെ വേഗം പോയിട്ടോ പുതപ്പ് അവിടെ പോയിട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്ക് വെയിലുണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെ പിന്നെ ഞാൻ മുളക് തൈ ഒന്നിങ്ങനെ നോക്കിയിട്ടോ. പിന്നെ ചീരമ്മ അതിലൊക്കെ അത് വരുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ അടുത്തത് എടുത്തിട്ട് കൂട്ടാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ ഞാൻ മുളക് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ പൂവൊക്കെ ഉണ്ട്, പക്ഷേ കായൊന്നും കാണാനില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞ് പോവാണ്. പിന്നെ അതിലെന്തോ പ്രാണി വരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഏതായാലും മഴ ആയപ്പോൾ മുളകിൻ്റെ ഉഷാറൊക്കെ പോയിട്ടോ. പിന്നെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയി 2-3 ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫാൻസി കമ്മലൊക്കെ എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല ജിമിക്കൊക്കെ കണ്ടു. ജിമിക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര രസമാണല്ലോ ഫാൻസി ഐറ്റംസൊക്കെ. ഞാനങ്ങനെ യൂസ് ആക്കാറൊന്നുമില്ല, പക്ഷെ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് മാത്രം. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ നല്ല ജിമിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ഡിഫറെൻറ്റ് കളേഴ്സിൽ. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഷോളിൻ്റെ കടയിൽ കയറിയിട്ടോ. നമുക്ക് ഷോളും പിന്നെ അബായൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള അബായ ഉണ്ടായിരുന്നു. വലിയ ഹെവിയിലൊന്നും കണ്ടില്ല. പിന്നെ ഇതൊക്കെ വെഡ്ഡിങ് അബായ എന്ന് പറഞ്ഞു കേട്ടോ. വെഡ്ഡിങ്ങിന് കൊണ്ടുപോകുന്നതാണ്, ബ്രൈഡിൻ്റെ ഒക്കെ അബായാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ കുറച്ച് നോക്കിയൊക്കെ ചെയ്തു, ഷാളൊക്കെ നോക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേറൊരു ഷോപ്പിൽ കയറി ക്രീമുകളൊക്കെ ഉള്ള അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റിൻ്റെ ഷോപ്പ് കേട്ടോ. അങ്ങനെ അവിടുന്ന് അല്ലറ ചില്ലറ സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അവർ കളിക്കുന്നതായിട്ടുള്ളതും പല ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ പോണത്. അങ്ങനെ അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട കുഞ്ഞ് ബാഗ്, അതുപോലെ കണ്ടില്ലേ പൂച്ചക്കുട്ടി, പപ്പി എല്ലാവരും ഉണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് ഞങ്ങൾ നമുക്ക് വേണ്ട സാധനമൊക്കെ അവിടെ ഇങ്ങനെ നോക്കിട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ചെറിയ ആളെ വീട്ടിൽ ഉറങ്ങിയതായിരുന്നു കേട്ടോ. അവളെ കൊണ്ടുപോവാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ഉമ്മൻ്റെ വീട്ടിൽ എന്നാലും പിന്നെ അവൾ നീക്കോ അവന് കാര്യമൊന്നുമില്ല, എന്നാലും ഒരു സമാധാനമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിലും കൂടി കയറിയിട്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി. വീട്ടിലെത്തി ചോറൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ രാത്രി കൊയ്ക്കണ്ട പരത്തണ്ട, അതുപോലെ വെള്ളം കലക്കിയിട്ട് ചപ്പാത്തി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.